നമസ്കാരം. ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം പുറത്തെത്തിയപ്പോൾ കോൺഗ്രസുകാർ ചിന്തിക്കുക തമ്മിൽ ഭേദം തൊമ്മനെന്നാണ്. അതായത് തിരഞ്ഞെടുപ്പ് ഫലം എത്തിയപ്പോൾ കോൺഗ്രസുകാർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലാണ്. ഡൽഹി ഇപ്പോൾ അങ്ങ് എടുക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കളുടെ പൊടി പോലും കാണാനില്ല. തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് വയനാടുള്ള പ്രിയങ്ക ഗാന്ധിയോട് ചോദിച്ചപ്പോൾ തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് മറുപടി. കഴിഞ്ഞ 10 വർഷമായി ഒരു സീറ്റ് പോലും ലഭിക്കാത്ത കോൺഗ്രസിനെ സംബന്ധിച്ച് ബാദിലി സീറ്റിലെ മുന്നേറ്റം ആശ്വാസം നൽകുന്നതാണ്. 1998 മുതൽ 2013 വരെ ഡൽഹി ഭരിച്ച പാർട്ടിക്ക് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും സമാനതകളില്ലാത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതേസമയം ഇക്കുറി 3 സീറ്റുകൾ വരെ കോൺഗ്രസിന് മുന്നേറാൻ സാധിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോൾ പ്രവചനം. എന്നാൽ ആ പ്രവചനത്തെയെല്ലാം കാറ്റിൽ പറത്തുന്നതാണ് ശരിക്കുമുള്ള ഫലം. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറിൽ പോലും ഡൽഹിയിൽ ഒരു സീറ്റിൽ ലീഡ് ചെയ്തു കോൺഗ്രസ്. ബാദിലി മണ്ഡലത്തിലാണ് കോൺഗ്രസിന് മുന്നേറ്റം. ഇത്തവണ പാർട്ടി പ്രതീക്ഷ പുലർത്തിയ സീറ്റുകൾ ഒന്നുകൂടിയാണ് ബാദിലി. ആം ആദ്മിയുടെ സിറ്റിംഗ് സീറ്റാണിത്. കോൺഗ്രസിന്റെ ശക്തരായ നേതാക്കളിൽ ഒരാളായ ദേവേന്ദ്ര യാദവാണ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചത്. ആം ആദ്മിക്ക് വേണ്ടി അജേഷ് യാദവും BJPക്ക് വേണ്ടി ദീപക് ചൗധരിയുമാണ് കളത്തിലിറങ്ങിയത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 29,094 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു അജേഷ് യാദവ് ജയിച്ചത്. BJPയുടെ വിജയ് കുമാർ ഭഗത് ആയിരുന്നു 2ാം സ്ഥാനത്തെത്തിയത്. അതേസമയം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി നൽകിയാണ് BJPയുടെ വമ്പൻ കുതിപ്പ് കാണുന്നത്. 70 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം 35 സീറ്റുകളാണ്. വോട്ടെണ്ണലിൽ 1 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ 43 മുകളിൽ സീറ്റുകൾ ലീഡ് പിടിക്കാൻ BJPക്ക് സാധിച്ചു. ആം ആദ്മി ആകട്ടെ നിലവിൽ 27 സീറ്റുകൾ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. മാത്രമല്ല ആം ആദ്മിയുടെ വൻമരങ്ങളെല്ലാം തന്നെയും ഏറെ പിന്നിലാണ്. പാർട്ടിയുടെ മുഖവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മണ്ഡലത്തിൽ ഏറെ പിന്നിലാണ്. ഇവിടെ BJP സ്ഥാനാർത്ഥി പർവേസ് ശർമ്മയാണ് മുന്നേറുന്നത്. മുഖ്യമന്ത്രി അതിഷി മർലേന മത്സരിക്കുന്ന കൽക്കാജി മണ്ഡലത്തിലും ആം ആദ്മിക്ക് കാര്യമായ ആശ്വാസമല്ല. ഡൽഹി മണ്ഡലത്തിൽ മത്സരിക്കുന്ന മനീഷ് സിസോദിയും ഏറെ പിന്നിലാണ്. ഡൽഹിയിലും ആം ആദ്മിയുടെ കനത്ത പരാജയത്തിലാണ് ഇക്കാര്യമെല്ലാം വിരൽ ചൂണ്ടുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.